അമേരിക്കയുടെ സുപ്രീം കോടതി 3-നെതിരെ 6 ജഡ്ജിമാരുടെ ഭൂരിപക്ഷത്തിൽ അതിനിർണായകമായ ഒരു വിധി പ്രഖ്യാപിച്ചു. ഈ വിധി പ്രഖ്യാപനത്തിന് കാരണമായത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയത്തിലെ ഇടപെടലാണ്. ഏതാണ്ട് 150 വർഷം മുൻപ് അടിമത്തം നിരോധിച്ച കാലത്ത് അടിമകളുടെ മക്കളോടും കുടുംബത്തോടും വിവേചനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമുണ്ട്. അമേരിക്കൻ ഭരണഘടനയുടെ 44-ാം ഭേദഗതി. ഈ 44-ാം ഭേദഗതി അനുസരിച്ച് അമേരിക്കയിൽ ജനിക്കുന്ന സകലരും അമേരിക്കൻ പൗരത്വത്തിന് അർഹതയുള്ളവരാണ്. അനധികൃത കുടിയേറ്റക്കാരാണെങ്കിലും ലോകത്തെ ഏത് രാജ്യത്തുള്ളവരാണെങ്കിലും ഏത് തരത്തിലുള്ളവരാണെങ്കിലും അമേരിക്കയിൽ ജനിച്ചാൽ, അതായത് അഭയാർത്ഥികളായി വന്നവരുടെ മക്കൾ, നിയമവിരുദ്ധമായി വന്നവരുടെ മക്കൾ, അടിമകളായി വന്നവരുടെ മക്കൾ, അങ്ങനെ ഏത് തരത്തിൽ ഒരു കുട്ടി അവിടെ പിറന്നാലും അവർക്ക് അമേരിക്കൻ പൗരത്വം കൊടുക്കണം എന്നാണ് നിയമം. ഈ നിയമമാണ് ഏറ്റവും കൂടുതൽ ദുരുപയോഗിച്ചിരുന്നത്. എങ്ങനെയെങ്കിലും കള്ളബോട്ട് കയറി മരുഭൂമി കടന്ന് മെക്സിക്കൻ അതിർത്തി ചാടിക്കടന്ന് അമേരിക്കയിൽ എത്തപ്പെട്ട് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചോ അല്ലാതെ പങ്കാളിയായി കൂട്ടിയോ ഒന്ന് പ്രസവിക്കാൻ കഴിഞ്ഞാൽ, ഒരു വർഷം ആരുടെയും കണ്ണിൽ പെടാൻ ജീവിക്കാൻ കഴിഞ്ഞാൽ ആ പ്രസവിക്കുന്ന കുട്ടി ആരുടേതുമാവട്ടെ അവർക്ക് അമേരിക്കൻ പൗരത്വം കിട്ടും. ഈ കുട്ടിയുടെ പൗരത്വത്തിന്റെ ബലത്തിൽ അനധികൃതമായി അമേരിക്കയിൽ എത്തിയവർക്ക് അവിടെ ജീവിക്കാം. ഇതിന് തടയിടണം എന്നതായിരുന്നു ട്രംപിന്റെ ആദ്യത്തെ ആഗ്രഹം. ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റ ഉടൻ തന്നെ അത്തരമൊരു ഉത്തരവിറക്കി. ആ ഉത്തരവനുസരിച്ച് അനധികൃതമായി അമേരിക്കയിൽ എത്തി താമസിക്കുന്നവർ അല്ലെങ്കിൽ താൽക്കാലിക വിസയിൽ എത്തി താമസിക്കുന്നവർ, അതായത് ഗ്രീൻ കാർഡോ അമേരിക്കൻ പൗരത്വമോ ഉള്ള ദീർഘകാല വിസയിൽ താമസിക്കുന്നവർക്ക് കുഴപ്പമില്ല. താൽക്കാലിക വിസയിലോ അഭയാർത്ഥികളോ ആയി, അതായത് അനധികൃതമായി അമേരിക്കയിൽ എത്തി താമസിക്കുന്നവർക്കുണ്ടാവുന്ന കുട്ടികൾക്ക് പൗരത്വം കൊടുക്കുന്ന നിയമം റദ്ദാക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ ഉത്തരവ് ഒരു കോടതി സ്റ്റേ ചെയ്തു. അതിനെതിരെയായിരുന്നു സുപ്രീം കോടതിയിൽ സമീപിക്കുന്നത് കേന്ദ്ര സർക്കാർ. ആ കേസിൽ തീർപ്പായിട്ടില്ല. പക്ഷേ സുപ്രധാനമായ ഒരു വിധി പറഞ്ഞു. പ്രാദേശിക കോടതികൾ, അത് അമേരിക്ക നമുക്കറിയാം, പ്രൊവിൻസുകളുണ്ട്, ഡിസ്ട്രിക്റ്റുകളുണ്ട്, സ്റ്റേറ്റുകളുണ്ട്, നാഷണൽ, അതായത് അമേരിക്ക എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉണ്ട്. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് ഒരു സുപ്രീം കോടതി ഉണ്ട്. എന്നാൽ പലപ്പോഴും ഈ കോടതികൾ അമേരിക്കൻ സുപ്രീം കോടതി 3-നെതിരെ 6 ഭൂരിപക്ഷത്തിൽ പ്രഖ്യാപിച്ചു. അതായത് കേന്ദ്ര സർക്കാർ ഫെഡറൽ ഗവൺമെന്റ് ആണ്. ഫെഡറൽ ഗവൺമെന്റിനെ അമേരിക്കൻ ജനങ്ങൾ മുഴുവൻ തെരഞ്ഞെടുത്തതാണ്. ആ ഫെഡറൽ ഗവൺമെന്റ് ഇറക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡറുകൾ അമേരിക്കൻ ജനതയുടെ അഭിപ്രായമാണ്. അത് റദ്ദാക്കാൻ താഴത്തെ കോടതികൾക്ക്, അത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ സുപ്രീം കോടതിയാണെങ്കിലും ഡിസ്ട്രിക്ട് കോടതിയാണെങ്കിലും അധികാരമില്ല. എല്ലാ അധികാരവും റദ്ദു ചെയ്തുകൊണ്ട്, സ്റ്റേ ചെയ്തുകൊണ്ട് ഇൻജക്ഷൻ ഓർഡർ, അതായത് യൂണിയൻ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ ഇനി മുതൽ ഡിസ്ട്രിക്ട് കോടതികൾക്കോ സ്റ്റേറ്റ് സുപ്രീം കോടതികൾക്കോ റദ്ദാക്കാൻ സാധ്യമല്ല. ഇപ്പോൾ പലപ്പോഴും ഒരു ഡിസ്ട്രിക്ട് കോർട്ടിനെ സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഒരു പരിപാടിക്ക് സ്റ്റേ കൊടുത്തു. അന്തിമ തീരുമാനമായിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനത്തിന് സ്റ്റേ കൊടുത്തു. ഇത് വളരെ സുപ്രധാനമായ ഒരു വിധിയാണ്. അനധികൃതമായോ താൽക്കാലികമായോ എത്തുന്നവരുടെ മക്കൾ ഉണ്ടായാൽ അവർക്ക് പൗരത്വം കൊടുക്കുന്നത് ഇപ്പോഴും സ്റ്റേ ചെയ്തിട്ടില്ല. അത് നടപടിക്രമങ്ങളിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വിശദമായ വാദം കേൾക്കാൻ മാറ്റിവെച്ചിരിക്കുന്നു. എങ്കിൽ പോലും സർക്കാരിനൊപ്പമാണ് തങ്ങളുടെ നിലപാട് എന്ന് സൂചന നൽകിക്കൊണ്ടാണ് ട്രംപിന്റെ കൈകൾ ശക്തമാക്കിക്കൊണ്ടുള്ള ഈ വിധി പ്രഖ്യാപനം വന്നത്.